അയ്യോ അമ്മയെ സൂക്ഷിച്ച്. ഇത് എവിടേക്കാ? അടാ അവര് പോയോടാ? അവരൊക്കെ പോയി. അയ്യോ എന്താ അമ്മേ ചോദിച്ചേ? അതെ, എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോണായിരുന്നു. ആ അല്ല, അതിന് ആവണി സ്കൂളിലോട്ടല്ലേ പോണേ? അമ്മയ്ക്ക് അവളുടെ ഒപ്പം പോയാ പോരെ? അയ്യോ ഞാനതങ്ങ് മറന്നുപോയി. ആ ഇന്ന് വേറെന്തൊക്കെയാ കമലമ്മ മറന്ന? അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. കുറച്ച് തക്കാളി, പിന്നെ മുരിങ്ങക്ക, പിന്നെ അവിയലിടുന്ന വലിയൊരു പടവലങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്, സവാള, കത്രിക്ക, അങ്ങനെയൊക്കെ ഉള്ളൂ. കൂടുതലൊന്നുമില്ല. ഇപ്പൊ എല്ലാം ആയാലും വാപ്പാ ബാഗൊക്കെ കൊണ്ടുപോണ്ടേ? അതിന്റെ കൂടെ പേഴ്സും പൈസയും മറക്കും. ഞാനതങ്ങ് മറന്നു. അതും മറന്നു എന്ന് പറ. അയ്യം പറഞ്ഞു പറ. അച്ഛമ്മ വരുന്നുണ്ടെങ്കിൽ ഞാൻ പോവാ. ഭയങ്കര ചൂടാ കളക്ടർക്ക്. ഇനി ബൈക്ക് കൂടി വിട. ഞാൻ അച്ഛമ്മയോട് ഒരു കാര്യം പറയണമെന്ന് കരുതിയിരിക്കുവായിരുന്നു. എന്താടി? ഇന്ദുക്കുട്ടിയുടെ കാര്യം തന്നെയാ. സ്കൂളിൽ ചില സമയത്തൊക്കെ ഒറ്റയ്ക്കിരുന്നിങ്ങനെ ആലോചിക്കുന്നത് കാണാം. എന്താന്ന് ചോദിച്ചാ ഒന്നും പറയുകയില്ല. അമ്മയെക്കുറിച്ചാണെന്ന് എനിക്കറിയാം. അവക്ക് എല്ലാരും ഉണ്ടടി. അമ്മക്കുട്ടി ആതിരയുടെ മോളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം സ്വന്തം മോളെ പോലെയാ സച്ചി ഇന്ദുട്ടിയെ വളർത്തുന്നത്. അവളുടെ എല്ലാ കാര്യത്തിലും അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുമുണ്ട്. പിന്നെ ആതിരയും സന്ദീപും അവരോട് ഒരു സ്നേഹക്കുറവ് ഇതുവരെയും കാണിച്ചിട്ടില്ല. കുഞ്ഞുനാളിലെ ആ പാവത്തിന് അമ്മ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി. അല്ലാതെ പിന്നെ എന്തു പറയാനാ? അമ്മക്കുട്ടിയെ ആതിരയും സന്ദീപും കൂടെ കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് എനിക്ക് അമ്മയില്ലേന്ന് ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ മോളോട് എന്ത് പറയാനാ? ഒടുവിൽ എന്റെ അമ്മ എവിടെ പോയെന്ന് ചോദിച്ച് കഴിയാൻ തുടങ്ങിയപ്പോഴാ അമ്മയെ കാണാതായ കാര്യം ഞാൻ പറഞ്ഞത്. പാവം, അവളത് വിശ്വസിക്കുകയും ചെയ്തു. എന്നെങ്കിലും അർച്ചനാന്റെ തിരിച്ചു വന്ന അമ്മക്കുട്ടിയോട് പണ്ട് കാണിച്ച അതേ സ്നേഹം ഇപ്പൊ ഇന്ദുക്കുട്ടിയോട് കാണിക്കുമെന്ന് അച്ഛനക്ക് തോന്നുന്നുണ്ടോ? അതിനെന്താ സംശയം? എന്റെ മോൾ അവളോട് ഒരു വ്യത്യാസവും കാണിക്കത്തില്ല. ഇതുവരെയായിട്ടും അവളെ എന്റെ കൊച്ചുമോളായിട്ട് തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ. അർച്ചനാന്റെ എത്രയും പെട്ടെന്നൊന്ന് വന്നാ മതിയായിരുന്നു. വരും, അവള് വരാതിരിക്കത്തില്ല. വരും. അച്ഛമ്മ കേറ്. ഇറങ്ങിക്കോ. ഓ, നീ വരുന്നില്ലേ? ഇല്ല, അച്ഛമ്മ തന്നെ താനങ്ങ് പോയി വാങ്ങിച്ചാ മതി. പിന്നെ അതെ, ഇന്നെങ്കിലും ഒന്നും മറക്കരുത്. നീ എന്നെ അങ്ങനെ കളിയാക്കണ്ട കേട്ടോ. കളിയാക്കിയതൊന്നും അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്നിനി സവാള വാങ്ങാൻ പച്ചമുളക് വാങ്ങാൻ മറന്നു എന്നൊന്നും പറഞ്ഞേക്കരുത്. നീ പോടി പെണ്ണേ, ഞാൻ ഒന്നും മറക്കത്തില്ല. അതെ, മറക്കാതിരിക്കാനായിട്ടേ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഞാൻ കുറിപ്പാക്കി എഴുതി ദാ ഈ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, പേഴ്സ് എടുക്കാൻ മറന്നു. പേഴ്സ് ഇതായിരിക്കും അച്ഛമ്മ. അതെന്തായാലും നന്നായി, ഞാൻ പോവാ. പിന്നെ എന്റെ കണ്ണാടിന്റെ കാര്യം ഇന്നെങ്കിലും നീ മറക്കരുത് കേട്ടല്ലോ. ആഹാ, നോക്കാന്നോ? പോടി പോക്ക. അച്ചു, കുടഞ്ഞിട്ട് നോക്കടി. ഇടുവല്ലേ? കണ്ടോ? അല്ല, കത്തിരിക്ക എവിടെ? അതിനകത്ത് ഉണ്ടടി, നോക്ക്. അമ്മ ഒന്ന് കാണിച്ചോ. അതിനകത്തുണ്ടായിരുന്നല്ലോ. അയ്യോ, ക്യാപ്സിക്കം വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ അതിനകത്തുണ്ട്. അതെവിടെ? എടി അതിൽ നോക്കടി. അതും കാണിച്ച. അയ്യോ, ഞാൻ വാങ്ങിച്ചതാണല്ലോ. ഞാൻ അങ്ങേരോട് പറഞ്ഞതാണല്ലോ. അമ്മേ, വാങ്ങാൻ മറന്നിട്ട് ചുമ്മാ അഭിനയിക്കല്ലേ? ഞാൻ മറന്നതല്ലെന്ന്, അവൻ മറന്നതാ. കടക്കാരെ മറന്നതാ. അവൻ തരാത്തതാ. അവന്റെ സ്ഥിരം പരിപാടിയാ. സത്യം. അല്ലാതെ കിട്ടാതിരിക്കേണ്ടതല്ലോ. ഞങ്ങളൊന്നും പോകുമ്പോ ഇത് സംഭവിക്കുന്നില്ലല്ലോ. അതെന്താണ്? ഞാൻ എപ്പ ചെന്നല്ലോ അവനങ്ങനെയാ. ഒരു സാധനം അതിനടിയിലോട്ടെങ്ങാനും പോയോ? ഇതാ മുത്തശ്ശിയുടെ സവാള. ആഹാ മോളെ, ഇത് സവാളയല്ല,
ഇതാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങോ? സവാള കണ്ട എനിക്കറിയാം. മുത്തശ്ശിയുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ആ മോള് പറഞ്ഞ ശരിയാ, ഇത് സവാള തന്നെയാ. മുത്തശ്ശിയുടെ കണ്ണാടി ശരിയാക്കാൻ കൊടുത്തിട്ടേ 2 ദിവസമായിരുന്നു, ഇവൻ ഇതുവരെ തന്നിട്ടില്ല. അല്ല, മോളേതാ? എന്താ കുഞ്ഞിന്റെ പേര്? എന്റെ പേര് ഗൗരീന. ഞാൻ സ്കൂളിലോട്ട് പോകുന്ന വഴിയാ. ഓ, മോൾ ഒറ്റയ്ക്കാണോ സ്കൂളിൽ പോകുന്നത്? അല്ല, അച്ഛനും അമ്മയുണ്ട്. അമ്മ ഒരു ബുക്ക് വാങ്ങാൻ കടയിലേക്ക് കയറിയിരിക്കുക. ശരി മോളെ, ഞാന് പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാ ഇവിടെ. മോള് പോയിക്കോ. ശരി.